ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് അത് ഉപയോഗിക്കാതെ ഇടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചരക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് യാത്രാ വാഹനങ്ങളോ ആണെങ്കിൽ ആ വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് ടാക്സിൽ നിന്നുള്ള ഒരു ഇളവ് ലഭിക്കാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. എത്ര കാലമാണ് നിങ്ങളത് ഉപയോഗിക്കാതെ അത് വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥലങ്ങളിൽ വർക്ക്ഷോപ്പിലോ മറ്റോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ടാക്സ് ഇളവ് ലഭിക്കും. കൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് എല്ലാം തീർന്നു കിടക്കുന്നു അല്ലെങ്കിൽ പെർമിറ്റ് തീർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ വാഹനം വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഓടാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ കാലത്തിനുള്ളിലാണ് ഈ CF അല്ലെങ്കിൽ പെർമിറ്റ് തീർന്നു പോകുന്നതെങ്കിൽ അതിനുള്ള പിഴ, ലേറ്റ് ഫീ, സാധാരണഗതിയിൽ ഫിറ്റ്നസ് തീർന്നു പോയി കഴിഞ്ഞാൽ ഒരു വാഹനം അതിന് ഫിറ്റ്നസ് തീർന്നു പോയി പിന്നെ റിന്യൂവലിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന് പിഴ അടയ്ക്കേണ്ടി വരും. പെർമിറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ 3000 മുതൽ 7500 രൂപ വരെ പിഴ അടയ്ക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവായി കിട്ടാനും ഇത് സഹായിക്കും. പിന്നെ നമ്മൾ 60 ദിവസത്തിന് മേലെയാണ് ഈ വാഹനം G-ഫോമിൽ കിടക്കുന്നതെങ്കിൽ ആ വാഹനത്തിന് നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയും ലഭിക്കും. നിങ്ങൾ ആ ഇൻഷുറൻസ് കമ്പനിയെ ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഈ ഇൻഷുറൻസിൻ്റെ കാലാവധി 2 മാസത്തേക്ക് കൂടി നീട്ടി ലഭിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം കൂടി നിലവിലുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വാഹനം നിങ്ങൾ G-ഫോമിൽ ഇടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ G-ഫോമിൽ ഇടുന്നതിന് മുമ്പ് തന്നെ RTO ഓഫീസിനെ സമീപിച്ചുകൊണ്ട് ഒരു അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം. ആ G-ഫോം ഇടുമ്പോൾ ചില ഫീസ് നിരക്കുകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 3 മാസത്തേക്കാണ് ഈ G-ഫോം ഇടാനായിട്ട് സാധിക്കുക. അത് കൂടിയ സമയത്തേക്കും നിങ്ങൾക്ക് G-ഫോം ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകിൽ 3 മാസത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പുതുക്കിക്കൊണ്ടിരിക്കാം, 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പുതുക്കാം. അല്ലെങ്കിൽ 1 വർഷത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് G-ഫോം ഇടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫീസ് നിരക്കുകളെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കൂടി G-ഫോം ഇടുന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മുടെ ഈ പരിവാഹൻ സൈറ്റ് വഴി അല്ലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇത് നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ KMVD സൈറ്റിൽ നിന്നും അതിൻ്റെ ഒരു G-ഫോം ഇടുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കും. ആ ഫോം നിങ്ങൾ കൈകൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്ത് അത് നമുക്ക് RTO ഓഫീസ് സമർപ്പിക്കുകയും RTO ഓഫീസിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നൊരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ഫീസ് എത്രയാണ്, നിങ്ങൾ ഇടുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഫീസ് എത്രയാണ് എന്നുള്ളതിനുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ലഭിച്ച് അത് നിങ്ങൾക്ക് അടുത്തുള്ള ഓൺലൈൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ G-ഫോമിൽ കിടക്കുന്ന വാഹനത്തിനുള്ള ഈ ടാക്സിനുള്ള ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ സ്വകാര്യ വാഹനങ്ങൾ, ഇപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിൾ ആണെങ്കിലോ സാധാരണ കാറുകളാണെങ്കിലോ ഇങ്ങനെ G-ഫോമിൽ ഇടാറില്ല. കാരണം നമുക്കിപ്പോൾ ഒരു മോട്ടോർ സൈക്കിളാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്കുള്ള ടാക്സ് എന്ന് പറയുന്നത് 900 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ എല്ലാം ഇപ്പോൾ G-ഫോമിൽ ഇടാനായിട്ട് സാധിക്കില്ല. കാറുകളാണെങ്കിലും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് ഈ ചരക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ ബസ്, കോൺട്രാക്ട് കാരേജ് മുതലായ വാഹനങ്ങളാണ് ഇങ്ങനെ G-ഫോമിൽ ഇടുന്നത്. അത് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോവിഡിൻ്റെ സാഹചര്യത്തിലെല്ലാം ഇങ്ങനെ G-ഫോം ഇടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടം കുറഞ്ഞു വരുന്ന സമയത്ത് കോൺട്രാക്ട് കാരേജുകളും ധാരാളം ഇങ്ങനെ G-ഫോമിൽ ഇടും. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ അവർക്ക് മധ്യകാല അവധി വരുന്ന സമയത്ത് G-ഫോമിൽ ഇടാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, G-ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വാഹനം അത് പൊതുസ്ഥലത്ത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. G-ഫോമിൽ ഇടുന്നതെല്ലാം ഒന്നുകിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലായിരിക്കണം. അതിനുള്ള കാരണവും പറയണം, എന്തുകൊണ്ടാണ് ഈ G-ഫോമിൽ ഇടുന്നത് എന്നുള്ള കാരണവും ആ ഫോമിൽ സൂചിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ മറ്റോ ചെയ്യുകയാണ്, ഈ വാഹനം റോഡിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് നേരത്തെ അടച്ചിരുന്ന ടാക്സിന് പകരം അത്രയും ടാക്സും കൂടി അടയ്ക്കേണ്ടി വരും. ഇരട്ടി ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുക. വെറുതെ G-ഫോം ഇട്ടതിന് ശേഷം വാഹനം ഇടയ്ക്കെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കോൺട്രാക്ട് കാരേജുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും കല്യാണ ഓട്ടോ മറ്റോ വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ വാഹനം എടുത്ത് ആരും അറിയാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇങ്ങനെ പെട്ടുപോകുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ AI ക്യാമറകളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളും നോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇരട്ടി ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാരേജിൽ ഒരിക്കൽ ഈ ഒരു വാഹനം ഇട്ടു,
അതിനുശേഷം ചിലപ്പോൾ ഗ്യാരേജ് മാറണമെന്നുണ്ടെങ്കിൽ, ഈ വാഹനം ആ ഇട്ട സ്ഥലത്ത് നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ RTO ഓഫീസിൻ്റെ പ്രത്യേക അനുമതി വേണം. അവിടെ നിന്ന് ആ ടോയിങ് സാങ്ഷൻ എല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഈ വാഹനം അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. കെട്ടി വലിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയെല്ലാം നിയമങ്ങളുണ്ട്. അപ്പോൾ G-ഫോമിൽ ഇടണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ രീതിയിലാണ് ഇപ്പോൾ അവലംബിക്കേണ്ടത്. ഈ ഫോം ഫില്ല് ചെയ്ത് RTO ഓഫീസിൽ കൊടുക്കുക. പിന്നീട് ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കേരള MVDയിൽ അതിൻ്റെ ഒരു ഫോമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അത് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഈ വാഹനം ഓടിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര നാളത്തേക്കാണ് ടാക്സ് എക്സംഷൻ വേണ്ടത് അത് നിങ്ങളുടെ RCയിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ ടാക്സ് എക്സംഷൻ ലഭിക്കും എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.